ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞമ്മത്തി പൂളയിലിട്ട് പുഴുങ്ങുന്നതാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ. അതിന് ആദ്യം ഞാനിവിടെ 1 കിലോ പൂള അല്ലെങ്കിൽ കപ്പ, ഇത് രണ്ടും പറയും ഞങ്ങളവിടെ. അധികം കൂടുതൽ പൂള എന്ന് തന്നെയാണ് പറയുക, ചിലവർ ഇതിന് കപ്പ എന്നാണ് പറയുക. അതുകൊണ്ട് ഈ കപ്പയിൽ കുഞ്ഞമ്മത്തിട്ട് പുഴുങ്ങിയാൽ സൂപ്പർ ടേസ്റ്റാണ്. അതിന് ഈ കപ്പ 1 കിലോ കപ്പ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെള്ളം ഊറ്റി വെച്ച പൂളയാണിത്, ഇതിൻ്റെ കപ്പയാണിത്. ഇതിലേക്ക് ഇത് 500 കുഞ്ഞമ്മത്തിയാണ്. ഇത് ഞാൻ വേവിച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇത്രയും സാധനങ്ങളെ ഇട്ടിട്ടുള്ളൂ. ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കൂലേ, മത്തി വറ്റിക്കൂലേ, അതേ പാകത്തിൽ വെള്ളം ഒഴിച്ച് വറ്റിച്ച് വെച്ച് മുള്ള് പോക്കി വെച്ച്. ചിലവർ കുഞ്ഞമ്മത്തി മുള്ള് പോക്കാണ്ട് തന്നെ ഇടും. മുള്ള് പോക്കാണ്ടിട്ടാൽ ഈ മുള്ള് ഇങ്ങനെ കുത്തും. അതുകൊണ്ട് ഞങ്ങളിത് മുള്ള് പോക്കിയിട്ടാണ് എടുക്കൽ. മുള്ളിങ്ങനെ കുടഞ്ഞാൽ, വെന്ത് കഴിഞ്ഞാൽ കുടഞ്ഞാൽ മുള്ള് പോവും. അങ്ങനെയുള്ള ഈ മത്തി ആണ്. ഇത് 500 മത്തിയാണ്. മത്തി വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടുകയും ചെയ്യട്ടോ. മത്തി ഇത്രയും ഇടാവുന്നൊന്നുമില്ല, കുറച്ചുകൂടിയൊക്കെ വേണേൽ ഇടാം. ഞാനിവിടെ 1 കിലോ പൂളെ, ഇത് 500 മത്തിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതാ ഈ പൂളയിലേക്ക് ഇടുന്നുണ്ട്. ഇത് പൂളയിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണമൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് കൂടി ചതുക്കിയത്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട്. തണിഞ്ഞ വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. വെന്ത സാധനമാണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കേണ്ട വെച്ചിട്ട് തിളച്ച് തണിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ടിത് കത്തിച്ചിട്ട് വേവിക്കണം. ഇതൊന്ന് സെറ്റാവാനാണ്. പൂളയും മീനൊക്കെ വെന്തതാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഇപ്പം ഇഞ്ചി പച്ചമുളകൊക്കെ ഇപ്പോൾ ചതുക്കിയിട്ടതാണല്ലോ, അത് വേവണം. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാകുകയും വേണം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. ഇനി ഒരുപാട് വെള്ളമല്ല, അതാ ഇത്രയൊക്കെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഒന്ന് സെറ്റായിട്ട് കാണിച്ചു തരാം. ഇത് ഈ പൂള, ഇത് കപ്പ അതവിടെ പാകമായിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റ്, ഒരു 8 മിനിറ്റാണ് ഇതിവിടെ വേവാൻ വെച്ചത്. തിളച്ചതിന് ശേഷം സിമ്മിലാക്കിയിട്ട് ഒരു 8 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉടയ്ക്കണം, നല്ലോണം. ഇത് നമ്മൾ അടുപ്പ് തെച്ചിയാൻ പാടെ ഉടക്കരുത്, വെന്തതാണെന്ന് വെച്ചിട്ട് ഉടച്ചുകൂടരുത്, അടി പിടിച്ചു പോകും. ഇതിങ്ങനെ ഒരു 5-8 മിനിറ്റ് ആദ്യം നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം 5-8 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് ആണ് ഇത് ഉടയ്ക്കേണ്ടത്. മറ്റേത് അടിയിലങ്ങ് പിടിച്ചു, ഇത് പാകമായി വരുമ്പോഴത്തേക്ക്. അതാണ്, ഇങ്ങനെ ആകുമ്പോൾ അടി പിടിക്കൂല. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അധികം നേക്ക വെള്ളമൊന്നും വരണ്ട, അത് തിളച്ച് തണിഞ്ഞ വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തത്. സൂപ്പർ ടേസ്റ്റുള്ള കപ്പയാണ്. നമ്മൾ കുഞ്ഞമ്മത്തിട്ട് പുഴുങ്ങിയാൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. നമുക്കിത് ഇഷ്ടമായാൽ, ഇഷ്ടമുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ മീനിൻ്റെ കൂടെ അങ്ങനെ കൂട്ടി മുളകിട്ടൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. മുള്ളോടൊക്കെ ഇട്ടാൽ മുള്ളിങ്ങനെ ഇതാവും. അതുകൊണ്ടാണ് മുള്ള് ഒഴിവാക്കി മുള്ളിങ്ങനെ കുടഞ്ഞിട്ടിടുന്നത്. ഇത് നല്ലോണം ഉടച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഉടഞ്ഞാൽ മതി. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില പതറി കൊടുക്കുന്നുണ്ട്. ഇതിന് വറവിൻ്റെ ആവശ്യമില്ല, ഇത് കടുകൊന്നും പൊട്ടിക്കുന്നില്ല. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. നിർബന്ധമല്ല, ആവശ്യമുണ്ടെങ്കിൽ ലേശം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇടുക. ഒരുപാട് എരിവിന് ആവശ്യമില്ല. ഞാൻ 2 പച്ചമുളക് 1 കിലോ പുളക്കി ചതുക്കിയിട്ടതാണ്. പിന്നെ മീൻ്റെ അകത്ത് ഈ കുഞ്ഞമത്തിയിലിട്ട 1 ടീസ്പൂൺ മുളക് പൊടിയും, അല്ലാണ്ട് വേറെ മുളക് പൊടിയൊന്നും ഇതിലിട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി പൊട്ടതേ ഇട്ടിട്ടുള്ളൂ, വേറെ ഇട്ടിട്ടില്ല. അത്രയും മതി. അതുകൊണ്ട് ഇതിന് സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇഷ്ടമുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്.